DYFI നിർമ്മിച്ചു കൊടുത്ത് വീട്ടിൽ താമസിക്കുന്ന ആളൊന്ന് കാണിച്ച വയനാട്ടിൽ ഒരാളെ കാണിച്ചതാണ്. ഇതിൽ ബഹുമാനപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടം പറയണത് DYFI വെച്ചു കൊടുത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കാണിച്ചിരുമെന്നാണ് ചോദിച്ചത്. DYFI ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് മുണ്ടക്കൈ ചൂരൽമലയത്തെ ദുരന്തബാധിതർക്ക് ആദ്യം പ്രഖ്യാപിച്ചത് 25 വീടുകളായിരുന്നു. അങ്ങനെ 25 വീടുകൾ പ്രഖ്യാപിച്ചിട്ട് ആക്രി വിറ്റിട്ടും ചായക്കട നടത്തിയിട്ടും പൈസ കണ്ടെത്തി. അങ്ങനെ 20 കോടി DYFI ഉണ്ടാക്കി. ആ 20 കോടി മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു വീടിന് 20 ലക്ഷം തോതിൽ 100 വീടുകൾക്കുള്ള പൈസ കൈമാറി. ഇതൊന്നും കാണുന്നില്ലേ, അറിയണില്ല ഇതൊന്നും. ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പച്ചക്കള്ളം പറയാ, എങ്ങനെ സാധിക്കണതിനും? എന്നിട്ട് പറയാ DYFI വെച്ചു കൊടുത്തൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കാണിച്ചു തരുമെന്ന്. മുഖ്യമന്ത്രി കൈമാറി 20 കോടി, 100 വീടുകൾക്കുള്ള 20 കോടി കൈമാറി. നിങ്ങൾ 30 വീടിന് പൈസ സമാഹരിച്ചിരുന്നല്ലോ, എന്നിട്ട് 80 ലക്ഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആക്കണതെന്ന് പറഞ്ഞിട്ട്. ഇന്നൊരു 140 മണ്ഡലത്തിൽ നിന്ന് 80 ലക്ഷം ഉണ്ടാക്കാനുള്ള സ്ട്രെങ്ത് ഉള്ളോ യൂത്ത് കോൺഗ്രസ്സിന്? എവിടേക്ക് എന്തൊക്കെയോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് എന്തായാലും. കാരണം 140 മണ്ഡലത്തിൽ നിന്ന് 88 ലക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ വിശ്വസിക്കും. ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, DYFIൻ്റെ വീടൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. 80 ലക്ഷം പിരിച്ച പോലെ ഒന്നും ആവില്ല. കറക്റ്റ് ടൈമിൽ അവിടെ വരും. ബഹുമാനപ്പെട്ട MLA അടുത്ത് ഇത്രേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ.